ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ സ്റ്റഡി വിത്ത് AR ഫീലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 4 സ്വതന്ത്രത കി ഓർ എന്നിലെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. സ്വതന്ത്രത കി ഓർ. സ്വതന്ത്രത കി ഓർ എന്ന് പറഞ്ഞാൽ ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്ക്. धनी को पता था कि आश्रम में बड़ी योजना बन रही है, पर उसे कोई कुछ न बताता. ധനിക്കറിയായിരുന്നു ആശ്രമത്തിൽ എന്തോ വലിയൊരു യോജന നടക്കുന്നുണ്ട് എന്ന്. പക്ഷേ അവനോട് ഒന്നും പറഞ്ഞില്ല. ധനി എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടീനെയാണ് ധനി എന്ന് ഉദ്ദേശിക്കുന്നത്. वे सब समझते हैं कि मैं 9 साल का हूँ, इसलिए मैं बुद्धू हूँ. ധനി വിചാരിക്കുന്നത് എനിക്ക് 9 വയസ്സല്ല, ഞാൻ ബുദ്ധു ആണെന്നാണ് ഇവർ കരുതിയിരിക്കുന്നതെന്നാണ് ധനി വിചാരിക്കുന്നത്. पर मैं बुद्धू नहीं हूँ, പക്ഷേ ഞാൻ ബുദ്ധു അല്ല. ധനി മൻ ഹി മൻ ബഡ്ബഡായ. ധനി മനസ്സിൽ പറഞ്ഞോണ്ടിരുന്നു. ബഡ്ബഡായ മീൻസ് ടോക്കിംഗ് വിത്ത് അവർ സെൽഫ്. धनी और उसके माता पिता बड़ी खास जगह में रहते थे. ധനിയും അവൻ്റെ അച്ഛനും അമ്മയും വലിയൊരു സ്പെഷ്യൽ ബഡി ഖാസ് എന്ന് പറഞ്ഞാൽ വെരി സ്പെഷ്യൽ, വലിയ സ്പെഷ്യലായ സ്ഥലത്തായിരുന്നു നിൽക്കുന്നത്, അതായത് ജീവിക്കുന്നത്. അഹമ്മദാബാദ് കെ പാസ്, അഹമ്മദാബാദിൻ്റെ അടുത്തുള്ള മഹാത്മാഗാന്ധിയുടെ സാബർമതി ആശ്രമത്തിലായിരുന്നു. അഹമ്മദാബാദിൻ്റെ അടുത്ത് മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമത്തിലായിരുന്നു. ഇത് ബഡി ഖാസ് എന്ന് പറയുന്നത് കാരണം ഇവിടെ മഹാത്മാഗാന്ധിയുടെ അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ബഡി ഖാസ് എന്ന് പറയുന്നത്. ജഹ പൂരേ ഭാരത് സേ ലോഗ് രഹനെ ആത്തെ ഥേ. അവിടെ ഈ ഭാരതത്തിലെ എല്ലാ ആൾക്കാരും അവിടെ എത്തുമായിരുന്നു. ഗാന്ധിജി की तरह वे सब भी भारत की स्वतंत्रता के लिए लड़ रहे थे. ഗാന്ധിജീനെ പോലെ തന്നെ അവരെല്ലാവരും, ഭാരതത്തിലെ എല്ലാ ആൾക്കാരും സ്വതന്ത്രത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ലഡ് മീൻസ് ഫൈറ്റ്. जब वे आश्रम में ठहरते तो चरखों पर गांधी का सूट काटते, भजन गाते और गांधी जी की बातें सुनते. ആശ്രമത്തിൽ നിൽക്കുന്ന ആൾക്കാർ, ടെഹർത്തേത്തോ എന്ന് പറഞ്ഞാൽ സ്റ്റേ. ആശ്രമത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചർഖോം പർ ഗാദി കാ സൂത് കാത്തെ, ചർക്ക വെച്ചിട്ട് ഗാദി നൂല് തുന്നുമായിരുന്നു. ഭജൻ കാത്തെ, പാട്ട് പാടുന്നു. രഘുപതി രാഘവനിലെ പാട്ട് പാടും. ഓർ ഗാന്ധിജിക്ക് ബാത്തേം സുനത്തെ, പിന്നെ ഗാന്ധിജിയുടെ ഇതും കേൾക്കും. വർത്താനം ഉണ്ടാവില്ലേ, സ്റ്റേജ് കയറിയിട്ട് വർത്താനം പറയൂലേ. സബർമതിയിലുള്ള ആൾക്കാർക്ക് സബ്കോ കോയിന കോയി, എല്ലാവർക്കും ഓരോ പണിയായിട്ട് കാം കർണ ഹോത്ത, പണി ചെയ്യേണ്ടി വരും. ഖാന പക്കാന, ഭക്ഷണം ഉണ്ടാക്കുക. ബർത്തൻ ധോന, വസ്ത്രങ്ങൾ കഴുകുക. കപ്പടെ ധോന, ബർത്തൻ ധോന എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ കഴുകുക, കപ്പടെ ധോനയാണ് വസ്ത്രങ്ങൾ കഴുകുക. കുവേസെ പാനി ലാന, കുവ മീൻസ് കിണറ്റിന്ന് വെള്ളം എടുക്കുക. ഗായ് ഓർ ബക്കരിയോ കാ ദൂധ് ദുഹന, പശുവിൻ്റെയും ആടുകളെയും മിൽക്ക് പാലെടുക്കുക. ഓർ സബ്ജി ഉഗാന, പിന്നീട് പച്ചക്കറികൾ ഉണ്ടാക്കുക. ധനി കാ കാം താ ബിന്നി കി ദേഖ്ഭാൽ കർണ. ഇവിടെ ധനിയുടെ പണിയാണ് ബിന്നീനെ ദേഖ്ഭാൽ കർണ, ബിന്നീനെ നോക്കുക. ബിന്നി ആശ്രം की एक बकरी थी. ബിന്നി ആശ്രമത്തിലെ ഒരു ബക്കരിയാണ്. ബിന്നി ഒരു ആടാണ്, ആട്ടിനെയാണ് ബക്കരി എന്ന് പറയുന്നത്.
हाँ, धनी को अपना काम पसंद था क्योंकि ധനിക്ക് അവൻ്റെ ജോലി ഇഷ്ടമായിരുന്നു. क्योंकि കാരണം ബിന്നി ഉസ്കി സബ്സെ അച്ചി ദോസ്ത് ഥി. ബിന്നി അവൻ്റെ ഏറ്റവും നല്ല ദോസ്തായിരുന്നു, ആശ്രമത്തിൽ നല്ല ദോസ്തായിരുന്നു. ധനി കോ ഉസ്സെ ബാത്തേം കർന അച്ഛാ ലഗ്താ ഥാ. ധനിക്ക് അവനോട് ബിന്നിനോട് സംസാരിക്കുമ്പോൾ നല്ലൊരു സുഖം തോന്നുന്നുണ്ട്, സന്തോഷം തോന്നലുണ്ട്. ഉസ് ദിൻ സുബ്, ആ ദിവസം രാവിലെ ധനി ബിന്നി കോ ഹരി ഘാസ് ഖിലാക്കർ. ധനി ബിന്നീനെ കൂട്ടിയിട്ട് ഹരി ഘാസ് പച്ചപ്പുല്ല് തീറ്റിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. പിന്നീട് ഉസ്കെ ബർത്തന് പാനി ഡാൽത്തെ ഹുവെ, അവൻ്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ബോല കോയി ബാസ് ജരൂരത് ഹേ ബിന്നി, എന്തോ കാര്യം തീർച്ചയായിട്ടുണ്ട് ബിന്നി. വേ സബ് ഗാന്ധിജി കെ കമറേ മേ ബൈഠ്കർ ബാത്തേം കർത്തേ ഹേ. എല്ലാവരും ഗാന്ധിജിയുടെ റൂമിൽ ഇരുന്നിട്ട് എന്തോ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. കോയി യോജന ബനായി ജാ രഹി ഹേ, എന്തോ പ്ലാൻ ആക്കുന്നുണ്ട്. മേ സാബ് സമജ്താ ഹൂം, എനക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, ഞാൻ ബുദ്ധുവല്ല. ബിന്നിനെ ഘാസ് ചബാത്തെ ഹുവെ സിർ ഹിലായ. ബിന്നി പുല്ല് ചവച്ചുകൊണ്ട് തല കുലുക്കി. ജൈസെ കി വഹ് ധനി കി ബാത് സമജ് രഹി ഹോ. ആടുകൾ തല കുണിക്കുന്നത് അവർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലായെന്നാണ്. അതുപോലെ തന്നെ ബിന്നിക്കും മനസ്സിലായി, അതുകൊണ്ടാണ് ബിന്നിയും തല കുലുക്കിയത്. ധനിക്കോ ഭൂക്ക് ലഗി, ധനിക്ക് വിശപ്പ് വന്നു. ഭൂക്ക് പറഞ്ഞാൽ ഹംഗ്രി. കൂതത്തി ഫാന്തത്തി, ചാടി മറിഞ്ഞ്. ബിന്നി കോ ലേക്കർ വഹ് രസോയ് ഘർ കി തരഫ് ചല. ബിന്നീനെ കൂട്ടിയിട്ട് രസോയ് ഘർ കിച്ചണിലേക്ക് പോയി. ഉസ്കി മാ चूल्हा फूंक रही थी और कमरे में धुआं भर रहा था. ധനിയുടെ മാത, അതായത് അമ്മ, ചൂല അതായത് അടുപ്പ് കത്തിച്ചുകൊണ്ട് കമറ അതായത് റൂമിൽ ധുവ മീൻസ് പുക, സ്മോക്ക്. ധനിയുടെ അമ്മ അടുപ്പ് കത്തിച്ചുകൊണ്ട് ആ റൂമിൽ ഫുള്ള് പുകയാണുണ്ടായിരുന്നത്. അമ്മ ക്യാ ഗാന്ധിജി കഹി ജാ രഹേ ഹേ, അമ്മേ ഗാന്ധിജി എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഉസ്നെ പൂച്ച, അവൻ ചോദിച്ചു. ആരാ ചോദിച്ചത്? ധനി. ഖാൻസ്തെ ഹുവേ മാ ബോലി, ചുമച്ചുകൊണ്ട്. ഖാൻസ്തെ മീൻസ് കഫ്, ചുമക്കുക. ചുമച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, വേ സബ് യാത്രാ പർ ജാ രഹേ ഹേ, അവരെല്ലാവരും യാത്രക്ക് പോകുകയാണ്, അതാണ് യോജന എന്ന് പറഞ്ഞിനി. യാത്രയോ? കഹാ ജാ രഹേ ഹേ, എവിടേക്കാ പോകുന്നത്? ധനിനെ സവാൾ കിയ, ധനി ചോദ്യം ചോദിച്ചു. സമുദ്രക്കെ പാസ് കഹി, സമുദ്രത്തിൻ്റെ അവിടെയാണ്, കടലിൻ്റെ അടുത്തെവിടെയാണ്. आप सवाल पूछना बंद करो और जाओ यहाँ से ധനി. നീ ഈ ചോദ്യം ചോദിക്കൽ നിർത്തിയിട്ട് ഇവിടുന്ന് പോകൂ ധനി. അമ്മ ജരാ ഗുസ്സേസെ ബോലി, അമ്മ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. പെഹ്ലെ മുझे ഗാനാ പക്കാനാ ദോ, നീ ആദ്യം എന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വിടൂ. धनी सब्जी की क्यारियों की तरफ निकल गया जहाँ बूढ़ा बिंदा आलू गोद रहा था. ധനി സബ്ജിക്ക് ക്യാരിയോ, പച്ചക്കറി ഉണ്ടാക്കുന്ന തരഫ്, പച്ചക്കറി ഉണ്ടാക്കുന്ന തോട്ടത്തിൽ വന്നു. അവിടെ ബൂഢാ ബിന്ദ ആലു ഗോദ് രഹാ ഥാ, അവിടെ ബൂഢാ ബിന്ദ ആലു എന്ന് പറഞ്ഞാൽ ബൂഢ വയസ്സായ ബിന്ദ ഉരുളക്കിഴങ്ങ് ഗോദ് രഹാ ഥാ
എടുക്കുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ബിന്ദ ചാച്ച ഇവരെ വിളിക്കും. ബിന്ദ ചാച്ച ധനി ഉൻകെ പാസ് ബാറ്റ് ഗയ. ധനി ബിന്ദയുടെ അടുത്ത് ഇരുന്നു. ആപ് ഹി യാത്ര പർ ജാ രഹേ ഹെ. നിങ്ങൾ യാത്രക്ക് പോകുന്നുണ്ടോ? ക്യാ പോകുന്നുണ്ടോ? ബിന്ദാനെ സിർ ഹിലാക്കർ മനാക്കിയ. ബിന്ദ തല കുലുക്കിയിട്ട് ആക്ഷൻ കാണിച്ചു. ബിന്ദ തല ഉണക്കിയിട്ട് ഇല്ല എന്ന് ആണ് പറഞ്ഞത്. उसके कुछ बोलने से पहले धनी ने उतावले होकर पूछा. ബിന്ദ എന്തെങ്കിലും പറയുന്നതിനേക്കാൾ മുന്നിലെ ധനി എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചു. കോൺ ജാ രഹേ ഹെ. ആരെല്ലാണ് പോകുന്നത്? കഹാ ജാ രഹേ ഹെ. എവിടേക്കാണ് പോകുന്നത്? ക്യാ ഹോ രഹാ ഹെ. എന്താ ഇവിടെ നടക്കുന്നത്? ബിന്ദാനെ ഗോദന രോക് ദിയ ഓർ കഹാ. ബിന്ദ കിളക്കുന്നത് നിർത്തിയിട്ട് പറയുകയാണ്, തുമാരെ സബ് സവാളോं के जवाब दूंगा, पहले इस बकरी को बांधो. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. പക്ഷേ ആദ്യം നീ ഈ ആടിനെ കെട്ടിടൂ. മേരാ സാരാ പാലക് ചബാ രഹി ഹെ. എൻ്റെ എല്ലാ പാലക് മീൻസ് സ്പിനാച്ച്. എൻ്റെ എല്ലാ പാലക്കും ചവച്ചുകൊണ്ടിരിക്കുന്നവൻ, എൻ്റെ എല്ലാ ചീരയും ചവച്ചുകൊണ്ടിരിക്കുന്നവൻ. കണ്ടില്ലേ, എൻ്റെ എല്ലാ ചീരയും ചവച്ചുകൊണ്ടിരിക്കുന്നു. ധനി ബിന്നി को खींच कर ले गया और पास के नींबू के पेड़ से बांध दिया. ധനി ബിന്നിനെ കൂട്ടിയിട്ട് ഒരു നാരങ്ങ, നിംബു എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ മരത്തിൽ കെട്ടിയിട്ടു. फिर बिंदा ने उसे यात्रा के बारे में बताया. കെട്ടിയിട്ടിട്ട് ബിന്ദ യാത്രയെ കുറിച്ചിട്ട് പറയാൻ തുടങ്ങി. गांधी और उनके कुछ साथी गुजरात में पैदल चलते हुए दांडी नाम की जगह पर समुद्र के पास पहुंचेंगे. गांवों और शहरों से होते हुए पूरा महीना चलेंगे. दांडी पहुंचकर वे नमक बनाएंगे. ഗാന്ധിജിയും അവൻ്റെ സാഥി എന്നാൽ കുറച്ച് ആൾക്കാർ. ഗാന്ധിജിക്ക് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. ഗാന്ധിജി അവൻ്റെ കുറച്ച് ആൾക്കാരും ഗുജറാത്ത് പൈദൽ ചലത്തെ ഹുവേ. ഗുജറാത്തിൽ കാൽനടയായി പോകും. പൈദൽ ചലത്തെ പറഞ്ഞാൽ വാക്ക് ഓൺ അവർ ഫുട്ട്. ഗുജറാത്തിലെ വരെ നടക്കും. ദാണ്ഡി നാംകി ജഗ പർ. ദാണ്ഡി എന്നുള്ള സ്ഥലത്തിലേക്ക് വരെ. സമുദ്ര കെ പാസ് പഹുഞ്ചെങ്കെ. സമുദ്രത്തിൻ്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. ഗ്രാമവും ഓർ ഷഹരോം സെ. ഗ്രാമങ്ങളും നഗരങ്ങളും, ഷഹരം എന്ന് പറഞ്ഞാൽ നഗരങ്ങൾ. സെ ഹോത്തെ ഹുവേ പൂരാ മഹീന ചലേങ്കെ. ഇവിടെ എല്ലായിടത്തും പോയിട്ട് ഒരു മാസം അങ്ങനെ തീർക്കും. ദാണ്ഡി പഹുഞ്ചുകർ നമക് ബനായെങ്കെ. ദാണ്ഡിയിൽ ചേർന്നിട്ട് അവർ ഉപ്പുണ്ടാക്കും. നമക് ധനിച്ചോങ് സെ ഉട്ടുവേട്ട. ഉപ്പോ ധനി ഷോക്കിൽ എണീറ്റ് നിന്നു. നമക് ക്യോം ബനായെങ്കെ. നമക്ക് എന്തിനാ ആക്കുന്നത്, അതായത് ഉപ്പ് എന്തിനാ ആക്കുന്നത്? വഹ് തോ കിസി ഭി ദുകാൻ സെ ഖരീദാ ജാ സക്താ ഹൈ. ഉപ്പ് ഏതെങ്കിലും കടയിൽ നിന്ന്, അതായത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെ. മുझे मालूम है. എനക്കറിയാം. ബിന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. पर महात्मा जी की एक योजना है. പക്ഷേ ഇത് മഹാത്മാജിയുടെ ഒരു യോജന എന്ന് പറഞ്ഞാൽ പ്ലാനാണ്.
यह तो तुम्हें पता ही है कि वह किसी बात के विरोध में भी यात्रा करते हैं या जुलूस निकालते हैं, है ना? ഗാന്ധിജിയുടെ യോജനയാണ്. നിനക്കറിയാമോ? ധന്യനോട് ചോദിക്കുന്നത് ബിന്ദ, നിനക്കറിയാമോ यह तो तुम्हें पता है ही है कि वह किसी बात के विरोध में भी यात्रा करते हैं या जुलूस निकालते हैं, है ना? നിനക്കറിയാമോ ഗാന്ധിജി എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും യാത്രയാക്കും. ബ്രിട്ടീഷ് സർക്കാരിനോടല്ല ഗാന്ധിജിയുടെ പോരാട്ടം. ആ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ലഡു करते हुए ആവൂലേ, ഫൈറ്റ് ചെയ്യൂലേ, അന്നേരം ഗാന്ധിജി യാത്രക്കോ പോവും. അങ്ങനെ പോരാടിയിട്ടാണ് പോകുന്നത്, പോരാടാനാണ് പോകുന്നത്. എന്തിനാ പോരാടുന്നത്? ഫോട്ടോ വരും, വീഡിയോ വരും, പിന്നെ പത്രത്തിൽ വരും. പോരാടുന്നതിൻ്റെ ഫോട്ടോ വരും, വീഡിയോ വരും, പിന്നെ പത്രത്തിലെല്ലാം വരില്ലേ? 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 അറിയില്ലേ? ബിൽക്കുൽ സഹി. ശരിക്കും ശരിയാണ്. ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ ശരിക്കും. मैं जानता हूँ, എനിക്കറിയാമായിരുന്നു. वे ब्रिटिश सरकार के खिलाफ सत्याग्रह के जुलूस निकालते हैं जिससे कि उनके खिलाफ लड़ सके और भारत स्वतंत्र हो जाए. അവർ ബ്രിട്ടീഷ് സർക്കാരിന് എതിരെ സത്യാഗ്രഹ പോരാട്ടങ്ങൾ നേടിയിട്ട് അവർ സത്യാഗ്രഹ പോരാട്ടങ്ങൾ നടത്തിയിട്ട് ബ്രിട്ടീഷ് സർക്കാരിന് എതിരെ ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഭാരതത്തിന് സ്വതന്ത്രം തരും. पर नमक को लेकर विरोध क्यों कर रहे हैं? പക്ഷേ നമക്കിൻ്റെ കാര്യത്തിൽ എന്തിനാണ് എന്തെങ്കിലും ഫൈറ്റ്, എന്തിനാണ് എന്തെങ്കിലും? പക്ഷെ ഉപ്പിൻ്റെ കാര്യത്തിലെന്നാ എതിർപ്പില്ലേ? യഹ് തോ സമജ്ദാരി വാലി ബാത്ത് ഹെ. ഇത് ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. ബിൽക്കുൽ തനി, ശരിക്കും തനി. ക്യാ തുമേ പത്താ ഹെ कि हमें नमक पर कर देना पड़ता है. നിനക്കറിയാമോ നമുക്ക് ഉപ്പിൻ്റെ കാര്യത്തിൽ കർ മീൻസ് ടാക്സ് എടുക്കണമെന്ന്. ടാക്സ് എന്ന് പറഞ്ഞാൽ നികുതി. ധനി ഹൈറാൻ ഹോ ഗയാ. ധനി അതിശയപ്പെട്ടു പോയി. ഹൈറാൻ മീൻസ് വണ്ടർ. नमक की ज़रूरत सभी को है. इसका मतलब है कि हर भारतवासी गरीब से गरीब भी यह कर देता है. ഉപ്പിൻ്റെ ആവശ്യം എല്ലാവർക്കും ഉണ്ട്. ഇതിൻ്റെ അർത്ഥമാണ് ഈ ഭാരതത്തിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും, എല്ലാ ഭാരതികളും പാവപ്പെട്ടവരാണെങ്കിൽ പോലും ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. ബിന്ദ ചാച്ചനെ ആകെ സംശയ. ബിന്ദ ചാച്ച അധികം മനസ്സിലാക്കി കൊടുത്തു. ലേക്കിൻ യഹ് തോ സരാസർ അന്യായ ഹെ. സരാസർ അന്യായ എന്ന് പറഞ്ഞാൽ ബാഹുത് ഗലത്. പക്ഷേ ഇതൊരു കടുത്ത അനീതി തന്നെ. ഉപ്പിന് നികുതി എടുക്കുന്ന കടുത്ത അനീതി തന്നെയാണ്. അന്യായം എന്ന് പറഞ്ഞാൽ ഇൻജസ്റ്റ്. धनी की आंखों में गुस्सा था. ധനിയുടെ കണ്ണിൽ ദേഷ്യം വന്നു. യഹ് അന്യായ ഹെ.
ഇതൊരു അനീതിയാണ്. ഇത്നാ ഹി നഹി ഭാരത് ലോഗോं को नमक बनाने की मनाही है. ഇത്രയും ആൾക്കാർക്കൊന്നും ഭാരതത്തിൽ ഉപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരിതൊന്നുമില്ല, ഒരു അവകാശമൊന്നുമില്ല. महात्मा जी ने ब्रिटिश सरकार को कर हटाने को कहा, पर उन्होंने यह बात ठुकरा दी. महात्मा गांधी जी ബ്രിട്ടീഷ് സർക്കാരിനോട് എന്ന് പറഞ്ഞാൽ ടാക്സ്, ബ്രിട്ടീഷ് സർക്കാരിനോട് നികുതി അടക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അവരെ ഏർപ്പാടിലെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് യഹ് ബാത് ടുക്രാദി, ആ വർത്താനം പറയുന്നതേ ഗാന്ധിജിക്ക് ഇഷ്ടമല്ല. കാരണം ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിനെതിരെയാണല്ലോ ലെറ്റർ ഇറത്തിട്ട് നമുക്ക് സ്വതന്ത്രം തരുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജിക്ക് ബ്രിട്ടീഷ് സർക്കാരിന് ടാക്സ് കൊടുത്തിട്ട് അവരെ സംസാരങ്ങളെല്ലാം കേട്ടിട്ട് ചെയ്യാനല്ലേ ഇഷ്ടമേ അല്ല. ടുക്രാ മീൻസ് ദേ ഡിഡിൻറ്റ് അക്സെപ്റ്റ്. ഗാന്ധിജി അതിന് നിൽക്കുന്നില്ല. इसलिए उन्होंने निश्चय किया है कि वे दांडी चलकर जाएंगी और समुद्र के पानी से नमक बनाएंगे. ഗാന്ധിജി നിശ്ചയിച്ചുള്ളത്, ഗാന്ധിജി കൺഫേം ആക്കിയിട്ടുള്ളത്, ഗാന്ധിജി വിചാരിച്ചിരിക്കുന്നത് ഇതാണ്. ദാണ്ടിയിലെത്തിയിട്ട് ദാണ്ടിയിലെത്തിയിട്ട് ഓ സമുദ്ര കെ പാനി സെ, അതായത് കടലിൻ്റെ വെള്ളത്തിൽ നിന്ന് നമക് ബനായെങ്കെ, ഉപ്പുണ്ടാക്കുക. एक महीना तक पैदल चलेंगे, ഒരു മാസം കാൽനടയായി നടക്കും. ധനി സോച്ചുകർ പരേഷാൻ ഹോ രഹാ ഥാ. ധനി വിചാരിച്ചിട്ട് അത് കുറച്ച് ധനിക്ക് സങ്കടമായി. പരേഷാൻ എന്ന് പറഞ്ഞാൽ worried. ഗാന്ധിജി തോ തക് ജായെങ്കെ, ഗാന്ധിജി ക്ഷീണം പിടിക്കൂലേ അങ്ങനെ പോകുമ്പോൾ. തക് മീൻസ് വീക്ക്, അത് ടയർഡ്. वे दांडी बस या ट्रेन से क्यों नहीं जा सकते? അതായത് ഗാന്ധിജി ബസ്സിലോ ട്രെയിനിലോ എന്തേ പോകാത്തത്? क्योंकि यदि वे इस लंबी यात्रा पर दांडी तक पैदल जाएंगे तो यह खबर फैलेंगी. കാരണം ഗാന്ധിജി ഇത്രയും ദൂരം നടന്നു വരുമ്പോൾ, കാൽനടയായി നടക്കുന്ന വരുമ്പോൾ അത് ഫേമസ് അല്ലേ. നമുക്കൊന്ന് കാൽനടയായി ഗുജറാത്ത് ഒരു മാസം ഇങ്ങനെ ചുറ്റിക്കറങ്ങാനും പറ്റില്ല, നമ്മൾ ടയേർഡാവില്ലേ. അഖ്ബാറോ മേ ഫോട്ടോ വരും. ഫേമസ് ആവും എന്നാ വരല്? ഫോട്ടോ. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ 4 പേജ് പഠിച്ചു. അടുത്ത പാർട്ടിലും നമ്മൾ 4 പേജ് പഠിക്കും. മൊത്തത്തിൽ വലിയ പാഠമായതുകൊണ്ട് ഇത് 2 പാർട്ടാക്കിയിട്ടാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. 4 പേജ് ഒരു ദിവസം, 4 പേജ് ഒരു ദിവസം. അപ്പോൾ ഈ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബൈ.